മുൻ MLA വി ശശികുമാർ നിരന്തരം അനിശ്ചിതത്വത്തിന്റെ ഒടുവിലാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്ത് വരുന്നത്. നമുക്കറിയാം, ആദ്യം ഇത് പാണക്കാട്ട് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു, പിന്നീട് അത് ചേലാമലയിലേക്ക് മാറ്റുന്നു. അവസാനം അതിന്റെ തറക്കല്ലിടലും അതിന്റെ ഉദ്ഘാടനവും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇഫ്ലുവിന്റെ ക്യാമ്പസ് വരുന്നത്. യഥാർത്ഥത്തിൽ അനിശ്ചിതത്വങ്ങളൊക്കെ നീങ്ങി രണ്ട് ഓഫ് ക്യാമ്പസുകളും മലപ്പുറത്ത് യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഇത് അട്ടിമറിക്കപ്പെടുന്നത്? അലിഗറിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട ജലീൽ സാർ ഇവിടെ സൂചിപ്പിച്ചു. ഞാനത് അധികം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി വളരെ പ്രധാനമാണ്. ഒരു തുടർച്ചയായ ഇടപെടൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലേ ഇത് യാഥാർത്ഥ്യമുള്ളൂ. LDF ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത്, ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 6 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ സ്ഥാപിതമായി. IIST, ഐസർ, അലിഗർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഓഫ് IIMC, വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി, നാഷണൽ സെൻറ്റർ ഫോർ മോളിക്യുലർ മെറ്റീരിയൽസ് എന്ന് പറയുന്ന 6 സർവകലാശാലകൾ, കേന്ദ്ര സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും അന്നുണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റും, എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് അർജുൻ സിംഗിൻ്റെ റോളാണ്. കേന്ദ്രമന്ത്രിയായിരുന്ന അർജുൻ സിംഗും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയും തുടർച്ചയായി ഇടപെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി 6 സർവകലാശാല സെൻറ്ററുകൾ കേരളത്തിൽ ആരംഭിച്ചു. ആ ഗവൺമെൻറ്റുകൾ പോയി. ഒന്നാം UPA ഗവൺമെൻറ് പോയി, LDF ഗവൺമെൻറ് പോയി, UDF ഗവൺമെൻറ് വന്നു, രണ്ടാം UPA ഗവൺമെൻറ് വന്നു. ഈ രണ്ടാം UPA ഗവൺമെൻറ് വന്നതിന് ശേഷം എന്താണ് ഇതിൻ്റെ അനുഭവം എന്നുള്ളത് നിരാശപ്പെടുത്തുന്നതാണ്. അലിഗർ സർവകലാശാലയുടെ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയില്ല. അവിടെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരൊറ്റ പെർമനൻ്റ് സ്റ്റാഫില്ല, ഒക്കെ ഗസ്റ്റ് ലെക്ചേഴ്സാണ്. ഗസ്റ്റ് ലെക്ചേഴ്സ് ആവുക എന്ന് പറഞ്ഞുള്ള പ്രശ്നം എന്താണ്? കുട്ടികൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവില്ല, അധ്യാപകർക്കാവട്ടെ വേറെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ പോകണം എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഇത് അതിൻ്റെ നിലവിൽ ഉള്ള അക്കാദമിക് സാധ്യതയെ തന്നെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 2, അവിടെ ഇതുവരെ ഈ 75 കോടി രൂപയിൽ തന്നെ 50 കോടിയാണ് ശരിക്കും കിട്ടിയത്, 60 കോടിയാണ് ശരിക്കും കിട്ടിയത്. ബാക്കി 15 കോടി രൂപ ഡൈവേർട്ട് ചെയ്ത് വന്നതാണ്. ആ പണി മുഴുവൻ അവർ തീർത്തിരിക്കണം. കിട്ടിയ പണം വെച്ചെല്ലാം ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഗവൺമെൻറ് വലിയ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ അറിയിച്ചത് 105 കോടി റുപ്യ പാസ്സാക്കിയതാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഈ 105 കോടി രൂപ ജിയോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 2, ഈ പണം കിട്ടുമെന്ന് പ്രതീക്ഷ കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ഗവൺമെൻറ്റും മന്ത്രിമാരും സെക്രട്ടറിമാരും ഒക്കെ പങ്കെടുത്തൊരു മിനിറ്റ്സ് ഉണ്ട്. ആ മിനിറ്റ്സെങ്കിലും രംഗത്തിറങ്ങിയാൽ ഈ 105 കോടി റുപ്യ കിട്ടും, എന്നല്ലെങ്കിൽ നാളെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, സ്വന്തമായി ഒരു വാഹനമില്ലാത്ത സെൻറ്ററായിട്ട് ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ അനുവദിച്ചിരുന്ന വാഹനം പോലും പിൻവലിച്ചിരിക്കുകയാണ്. അലിഗർ സർവകലാശാല വികസിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ കോഴ്സുകൾ തുടങ്ങുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള അവസ്ഥ തന്നെ സ്തംഭനാവസ്ഥയാക്കിയിരിക്കുകയാണ്. താങ്കളിലേക്ക് സാദിഖ് അലി, ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് അതിൻ്റെ രാഷ്ട്രീയമാനം ഉണ്ടായിരിക്കാം, പക്ഷേ അതിൽ കുറേയൊക്കെ വസ്തുതകളാണ്. ഇഫ്ലു ക്യാമ്പസിൻ്റെ കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു, കോഴ്സ് നടത്തും എന്നറിയിച്ചിരുന്നു, പ്രവേശന പരീക്ഷ നടത്തി, അതിനുശേഷമാണ് ഈ വർഷം കോഴ്സ് ഉണ്ടാകില്ല എന്ന അറിയിപ്പ് വരുന്നത്. അലിഗഡ് മുസ്ലിം സർവകലാശാല കാര്യത്തിൽ ഇവിടെ ശശികുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ 105 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നതിൻ്റെ മിനിറ്റ്സ് പോലും ഇതുവരെ സർവകലാശാലയ്ക്ക് ലഭ്യമായിട്ടുമില്ല. ഒരു സമ്മർദ്ദത്തിൻ്റെ കുറവ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്തത് ഒരു വലിയ തടസ്സമായി നിൽക്കുന്നുണ്ടോ? അങ്ങനെ വേണം കരുതാൻ. ഇത് രണ്ടാണ്. അലിഗർ ക്യാമ്പസിൻ്റെ കാര്യത്തിലായാലും ഇഫ്ലു ക്യാമ്പസിൻ്റെ കാര്യത്തിലായാലും രണ്ട് സ്വഭാവങ്ങളുള്ള, 2 സ്റ്റാറ്റസുകളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്.
അലിഗർ ക്യാമ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രബല മൈനോറിറ്റി സർവകലാശാല, മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസാണ്. ഇഫ്ലു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് സ്റ്റഡീസിന് വേണ്ടിയുള്ള ക്യാമ്പസാണ്. രണ്ടും മലപ്പുറത്താണ് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അലിഗർ സർവകലാശാലയുടെ കാര്യം നേരത്തെ പറഞ്ഞു. നേരത്തെ മലയാളിയായ ഡോക്ടർ പി കെ അബ്ദുൽ അസീസ് വൈസ് ചാൻസലർ ആയിരിക്കുമ്പോഴാണ് സച്ചാ സമിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില പദ്ധതികളുടെ ഭാഗമായി ഇത്തരം ക്യാമ്പസുകൾ തുടങ്ങാൻ സന്നദ്ധതയുള്ള സംസ്ഥാനങ്ങളോട് വിളിച്ചു ചോദിക്കുകയും അങ്ങനെ കേരള ഗവൺമെൻറ് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞ ഗവൺമെൻറ് അതിന് മുൻകൈയെടുത്തു. എല്ലാ ആളുകളും മലപ്പുറത്തും പ്രത്യേകിച്ച് എല്ലാവരും മുൻകൈയെടുത്തു, അത് തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ ബലാരിഷ്ടതകളുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം, അലിഗർ സർവകലാശാലയ്ക്ക് ഇത്തരം ഓഫ് ക്യാമ്പസുകളെ എൻ്റർടൈൻ ചെയ്യുന്ന വൈസ് ചാൻസലർ മാറി പുതിയ വൈസ് ചാൻസലറൊക്കെ വന്നു, പുതിയ ഭരണ സംവിധാനം വന്നപ്പോൾ ഇത്തരം ഓഫ് ക്യാമ്പസുകളെ എൻ്റർടൈൻ ചെയ്യുന്ന സമീപനത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത് പാടില്ല. കാരണം സച്ചാർ സമിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ പറഞ്ഞാൽ ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സച്ചാർ സമിതി റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ കുറേ സ്കോളർഷിപ്പുകൾ കൊടുത്തു എന്നല്ലാതെ കൃത്യമായൊരു ആക്ഷനിലേക്ക് പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പോരായ്മയാണ്. പിന്നെ ഇഫ്ലുവിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇനിഷ്യേറ്റീവാണ് അതിൽ ഏറ്റവും സുപ്രധാനം. അദ്ദേഹം ഹൈദരാബാദിൽ പോയി അവിടുത്തെ വൈസ് ചാൻസലറുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു ക്യാമ്പസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുങ്ങിയത്. കേരള സർക്കാർ അതിന് സന്നദ്ധത അറിയിച്ച് കഴിഞ്ഞ വർഷം തന്നെ എഴുത്തയക്കുകയും കഴിഞ്ഞ മാസം കൃത്യമായി മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു വിദ്യാഭ്യാസ മന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും കേന്ദ്രമന്ത്രിയുടെയും സാന്നിധ്യത്തിലൊക്കെ അതിൻ്റെ ലോഞ്ചിങ് നടത്തിയതാണ്. 75 ഏക്കറോളം ഭൂമി കൊടുത്തതാണ്. UGC 20 കോടി ഗ്രാൻഡ് അലോട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിന് തുടങ്ങാനുള്ള തടസ്സം MHRDയുടെ ഒരു കൺകറൻസിൻ്റെ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് MHRD പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള മാനവ വിഭവശേഷി സഹകരണ വകുപ്പ് മന്ത്രി കൂടിയുള്ള സാഹചര്യത്തിൽ അതിന് ഒരു കൺകറൻസ് കൊടുക്കാത്തത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതിന് രാഷ്ട്രീയ കാരണങ്ങളാണോ അതോ മറ്റു വല്ല കാരണങ്ങളാണോ എന്നുള്ളത് പരിശോധിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗ് ഇതിനു വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലാണ്, സമരത്തിലാണ്. ഒരു 6 മാസം കഴിഞ്ഞാൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. പിന്നെ ഒരു പദ്ധതികളും വരാൻ പോകുന്നില്ല. പിന്നീടുണ്ടാകുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് പറയാൻ കഴിയില്ല. ഈ ഇഫ്ലു എന്ന് പറയുന്ന ക്യാമ്പസ് ഇത് മലപ്പുറത്തിൻ്റെതല്ല, കേരളത്തിൻ്റെതാണ്. ഇംഗ്ലീഷ് ഉൾപ്പെടെ ഏകദേശം ഹിന്ദിയും സംസ്കൃതവും കഴിഞ്ഞാൽ 11ഓളം ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനും. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, രാവിലെ ET മുഹമ്മദ് ബഷീർ ഇതിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ ക്യാമ്പസ് മലപ്പുറത്ത് വരാതിരിക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ വരാതിരിക്കാൻ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്ന സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മലപ്പുറത്ത് ഇത്തരമൊരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു സർവകലാശാല ക്യാമ്പസ് കൂടി മലപ്പുറത്ത് വരാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയതായി ആരോപണമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് തുറന്നു തന്നെ പറയേണ്ടതല്ലേ? അല്ല, രാഷ്ട്രീയ ഗൂഢാലോചന ഇത് മലപ്പുറത്ത് ആരംഭിക്കുന്ന ക്യാമ്പസ് കേരളത്തിൻ്റെതാണ്. അതൊരു പാർട്ടിക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനല്ല. എന്തുകൊണ്ടാണ് അനുവദിക്കില്ല എന്ന് പറയുന്നത്? മലപ്പുറം എന്താ കേരളത്തിലുള്ള സംസ്ഥാനമല്ലേ? പിന്നെ ചില താല്പര്യങ്ങൾ, നേരത്തെ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുണ്ട്, ഇപ്പോൾ മലപ്പുറത്ത് ഇങ്ങനെ ഒരു കേന്ദ്ര സ്ഥാപനം വരുന്നു. IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുവനന്തപുരത്ത് ആരംഭിക്കണം എന്നുള്ള ചില താല്പര്യങ്ങളുണ്ട്. അത് PPP ആയിട്ടാണ്, പാർട്ട്ണർഷിപ്പ് പബ്ലിക് പ്രൈവറ്റ്, അതിൻ്റെ മാതൃകയിലാണ്. എന്നിരുന്നാൽ തന്നെ IIT തിരുവനന്തപുരത്ത് വരട്ടെ. പക്ഷെ തിരുവനന്തപുരത്ത് ഒരു കേന്ദ്ര സ്ഥാപനം വരാനുള്ള സാഹചര്യം ഈ 2 സർവകലാശാലകൾ ഉള്ളത് കൊണ്ട് ഇല്ലാതാകുമോ എന്ന ചിലരുടെ സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കണം. അതൊക്കെ ആയിരിക്കും കാരണങ്ങൾ. അല്ലാതെ ഇതിൻ്റെ പേരിലും മലപ്പുറത്ത് എന്തെങ്കിലും ഒരു വിഭാഗീയതയുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ആരായാലും അത് ശരിയല്ല. കേരളത്തിലെ ജനങ്ങളെ ഒരു ധ്രുവീകരിക്കാനുള്ള അത്തരമൊരു വിഭാഗീയ ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിൽ വരുത്തുന്നത് അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. സാദിഖലി, കാസർകോട്ട് കേന്ദ്ര സർവകലാശാല വരുമ്പോഴും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മറ്റ് കേന്ദ്ര സ്ഥാപനങ്ങൾ വരുമ്പോഴും ഏറ്റവും ഒടുക്കം കോട്ടയത്ത് മാധ്യമ പഠന കേന്ദ്രം പ്രസ് കൗൺസിലിൻ്റെ കീഴിൽ വരികയാണ്. ഇതിലൊന്നും ഉണ്ടാകാത്ത വിവാദം മലപ്പുറത്ത് ചില ഓഫ് ക്യാമ്പസുകൾ വരുമ്പോൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലെ ചില വിഭാഗങ്ങളും ലീഗും തമ്മിലുള്ള ചേരിതിരിവാണോ ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് കാരണം? അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്താണ് നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. മലപ്പുറത്ത് അങ്ങനെ ഒരു ക്യാമ്പസ് വരുന്നത് കൊണ്ട് എന്ത് അപകടമാണ് സംഭവിക്കുക? വളരെ നല്ലതല്ലേ? മലപ്പുറത്തിൻ്റെതല്ല ക്യാമ്പസ്, കേരളത്തിൻ്റെതാണ്.
കേരളത്തിന് കിട്ടേണ്ടതാണ്. തിരുവനന്തപുരത്തും കോട്ടയത്തും മലപ്പുറത്തും കാസർഗോഡും ഉണ്ടാകട്ടെ. മലപ്പുറത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ചില ആളുകൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. കുറേ കാലമായി ഇവിടെ മുസ്ലിം ലീഗിനെ മുൻനിർത്തി നടന്ന പ്രചാരണങ്ങൾ അതിൻ്റെ ഭാഗമായാണ് ഇതും കൊണ്ടുവരുന്നതെങ്കിൽ ജനങ്ങൾ തിരിച്ചറിയും. രാഷ്ട്രീയം വളരെ വ്യക്തമായി കുറേ കാലങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ലീഗിൻ്റെ റോൾ എന്താണ്, മറ്റുള്ളവരുടെ റോൾ എന്താണെന്ന് മനസ്സിലായി. ഇതൊക്കെ മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് കഴിയുമെന്നത് ഇതിന്റെ പ്രചരണത്തിന്റെ ഇത് സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനങ്ങളുടെ മിനിറ്റ്സ് പോലും പുറത്തു വരുന്നില്ല. ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ശശികുമാർ ആരോപിക്കുന്നത്. അത് അലിഗർ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളമാണ്. തീർച്ചയായും എന്തുകൊണ്ടാണ് അത്തരം നിഗൂഢത എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം കേരള ഗവൺമെൻറ് ഇഫ്ലുവിൻ്റെ കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ക്യാബിനറ്റ് ഡിസിഷനാണ് VC ക്ക് എഴുതിയത്. അവിടെ നിന്ന് ഇഫ്ലുവിൻ്റെ VC MHRDക്ക് ഒരു എഴുത്തെഴുതി UGC 20 കോടി ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അത് അനുവദിക്കാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ MHRDയുടെയും കൂടിയും ഒരു അനുവാദം വേണമെന്ന UGCയുടെ ഒരു നിബന്ധന. അതിന് ഇതുവരെ MHRD മറുപടി നൽകിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. വി ശശികുമാറിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ വി ശശികുമാർ, മലപ്പുറത്ത് 2 ഓഫ് ക്യാമ്പസ് സെന്ററുകൾ വരുമ്പോൾ അത് മലപ്പുറത്തിന് മാത്രമല്ല, പൊതുവിൽ വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്നു എന്ന് വിലയിരുത്തപ്പെടുന്ന മലബാർ മേഖലയ്ക്ക് ആകെ ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. അത്തരം രണ്ട് കേന്ദ്രങ്ങളുടെ ഒരു കേന്ദ്രത്തിന് അവഗണന നേരിടുന്നു, മറ്റൊരു കേന്ദ്രത്തിലെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നു. ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ടാകാത്തതിൻ്റെ പ്രശ്നം അത് സർക്കാരിലല്ലെങ്കിലും സർക്കാരിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇല്ലാത്തത് ഒരു കാരണമാകുന്നില്ലേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്? ഈ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ ഉപരിപ്ലവമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വിഷയത്തിൽ യൂത്ത് ലീഗിൻ്റെ ഒരു സമരം ഉണ്ടായിരുന്നു ഇവിടെ. ആ സമരത്തിൻ്റെ മുഖ്യമായ ആക്ഷേപം ഉദ്യോഗസ്ഥ ലോബി ഇത് അട്ടിമറിക്കുന്നു എന്നാണ്. കേരളത്തിൽ നിന്ന് 6 കേന്ദ്രമന്ത്രിമാരുണ്ട്. കേരളത്തിലെ UDFും കേന്ദ്ര UPA ഗവൺമെൻറ്റും ഏതാണ്ട് ഒന്നാണ്, സമാനമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളാണ്. ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി ഇടപെടുന്നതിൽ പരാജയപ്പെട്ട കേരള ഗവൺമെൻറ്റും കേന്ദ്രത്തിലെ മന്ത്രിമാരും ഇത് ഉദ്യോഗസ്ഥ ലോബിയുടെ പണിയാണെന്ന് പറഞ്ഞ് കൈകഴുകി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, 1ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് LDF ഗവൺമെൻറ് 6 ക്യാമ്പസുകളിലൂടെ ആരംഭിച്ചു. UDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഉള്ള ക്യാമ്പസ് തകരാറാവുന്നു. മറ്റേ ക്യാമ്പസിന് TS കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ കാര്യം? എന്തവർക്ക് പണി? ഉദ്ഘാടന സമയത്ത് വരിക, എന്നിട്ട് ഘോരഘൂരം പ്രസംഗിക്കുക എന്നല്ലാതെ അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ ആളില്ല എന്നുള്ളതാണ് സ്ഥിതി. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കുറച്ചും കൂടിയും ഗൃഹപാഠം ചെയ്ത് ഇടപെടേണ്ട രീതി എന്താണെന്ന് മനസ്സിലാക്കി ഇടപെടുന്നതിൽ വിജയിക്കുന്നില്ല. അദ്ദേഹം ഇവിടുത്തെ വിദ്യാഭ്യാസ കച്ചവടക്കാരുടെ തടവിൽ കിടക്കുകയാണ്. ഇത്തരത്തിലുള്ള അക്കാദമിക് ആക്ടിവിറ്റീസിലേക്ക് വളർന്ന് വികസിക്കാനുള്ള ഇത് അദ്ദേഹത്തിന് തടസ്സപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഇപ്പോൾ അഭിലാഷ് വിജയൻ ചേരുന്നു, ഇഫ്ലു ആക്ഷൻ കൗൺസിൽ അംഗം. അഭിലാഷ്, മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ നിർണായക സ്ഥാനം ലഭിക്കാവുന്ന 2 ഓഫ് ക്യാമ്പസുകളായിരുന്നു ഇവ. ഇത് അട്ടിമറിക്കപ്പെടുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണോ അതോ നേരത്തെ ഇവിടെ സാദിഖലി സൂചിപ്പിച്ച തരത്തിൽ ഉദ്യോഗസ്ഥ ഇടപെടലാണോ അനാസ്ഥയാണോ? ആദ്യം തന്നെ പറയട്ടെ, മലപ്പുറത്ത് വരുന്ന EFLU ക്യാമ്പസ് മലയാളികളുടെ മാത്രമല്ല, മലപ്പുറംകാരുടെ അല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രമല്ല, ഇത് രാജ്യത്തിന്റെ തന്നെ ഒരു സ്വത്താണ്. ഹൈദരാബാദിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മലപ്പുറത്തേക്ക് ഈ ക്യാമ്പസ് കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്നതും കേരള സർക്കാരിനെ സമീപിക്കുന്നതും. ഇവിടെ 25 ഏക്കറിലാണ് നമ്മുടെ മെയിൻ ക്യാമ്പസ് ഉള്ളത്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ആന്ധ്ര സർക്കാരിനോട് 100 ഏക്കർ സ്ഥലം ചോദിക്കുകയും പെട്ടെന്നുണ്ടായ ഒരു തെലങ്കാന സമരം മൂലം അത് മുന്നോട്ട് പോയില്ല ആ ഒരു പ്രപ്പോസൽ. ആ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വളരെ താല്പര്യത്തോടുകൂടി ഈ പ്രൊജക്ട് ഏറ്റെടുത്ത് ഹൈദരാബാദിലെത്തി വൈസ് ചാൻസലറുമായി മാത്രമല്ല സ്റ്റുഡൻസുമായി ഏകദേശം 2 മണിക്കൂർ ചർച്ച ചെയ്തതിന് ശേഷമാണ് കേരളത്തിലേക്ക് ഈ ക്യാമ്പസ് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത്. പിന്നീടാണ് ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിയുന്നത്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അപ്രൂവൽ കിട്ടിയില്ല എന്ന് ഇവർ പറയുന്നുണ്ട് വൈസ് ചാൻസലർ. അപ്രൂവൽ കിട്ടാത്ത ഒരു യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെയാണ് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുക? എങ്ങനെയാണ് അവരൊരു കോഴ്സ് അവിടെ അനൗൺസ് ചെയ്യുക? എങ്ങനെയാണ് എൻട്രൻസ് നടത്തുക?
ഇതെല്ലാം നടത്തിയതിന് ശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പറയാണ് യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവൽ ഇല്ല. അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആരോ ഇതിന്റെ പിന്നിൽ